അപ്പുറത്ത് കണ്ട തിരക്കാണെന്ന് നോക്കി ഇപ്പുറത്തെ ഓരോ സെക്ഷനും എന്തോളം. കുറച്ചും കൂടി മുന്നേ ഒരു 5 മണി 6 മണി സമയം തൊട്ടൊക്കെ ഇവിടെ നല്ല തിരക്കുള്ള നല്ല ഓളമുള്ളൊരു സമയമാണ്. പഴക്കടകളാണ് കേട്ടോ മൊത്തം. കോഴിക്കോട്ടെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മാർക്കറ്റായ പാളയം മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഒരു സാധാരണ പഴം പച്ചക്കറി വിപണിയാണിത്. ഒരു കാലത്ത് സാമൂതിരി പട്ടാളക്കാർ കൈവശപ്പെടുത്തിയിരുന്നതിനാൽ മുഹിദ്ദീൻ പള്ളിയുള്ള പാളയം മാർക്കറ്റിന് ചരിത്രപരവും സമകാലികവുമായ പ്രാധാന്യമുണ്ട്. മഴ പൊടിയുണ്ടോ? ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്. അത് വിശ്വപ്രസിദ്ധമായ കോഴിക്കോട് ഹോൾസെയിൽ മാർക്കറ്റിലാണ്, പച്ചക്കറി മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, പാളയം മാർക്കറ്റിൽ. കാര്യം പല രീതിയിൽ നമ്മൾ പേര് കേട്ടിട്ടുള്ള ആ പാളയം മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മൾ വെളുപ്പിനെയാണ് ഒരു ചെറിയ കാൽച്ചായ കുടിച്ച് നമ്മൾ നിൽക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ മൻസൂർ മുഹമ്മദ്, ട്രിപ്പിൾ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടത് ഈ ഏരിയയിൽ മൊത്തം നമ്മുടെ പാളയം മാർക്കറ്റിന് അടുത്തായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. സമയം ഇപ്പം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പം പാളയം മാർക്കറ്റിലേക്ക് പോകാമെന്ന് ഓർത്തതാണ്. കാര്യം ആ സമയത്ത് പക്ഷേ ഈ സാധനങ്ങൾ വരുന്ന ടൈമാണ്. ഇപ്പോഴാണ് കച്ചവടക്കാരൊക്കെ കൊണ്ടുപോകുന്നൊരു സമയം. പിന്നെ പാളയം മാർക്കറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. പ്രസിദ്ധമായ കോഴിക്കോട് പാളയം മാർക്കറ്റ്. ഈ കിടക്കുന്ന വണ്ടികൾ ഫുള്ള് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടികളാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളിലേക്ക് സാധനം കൊണ്ടുപോകാനുള്ള. പിന്നെ പാളയം ബസ് സ്റ്റാൻഡ് ഒരു സ്ഥലത്ത്, അത് പഴയ ബസ് സ്റ്റാൻഡ് എന്നാണ് ഇതിന് പറയുന്നത്. പാളയം ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് വേറെ സ്ഥലത്താണ്. ഇങ്ങനെ മൊത്തം ഒരു ഏരിയ മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇനി വേറെ സംഗതികളുണ്ട്. ഇവിടെ പച്ചക്കറി ഷോപ്പാണ്, പച്ചക്കറി കടകളാണ്. പച്ചക്കറി ചെറിയ കുറച്ച് കടകളേ ഉള്ളൂ കേട്ടോ ഈ ഭാഗത്ത്. രാത്രി ആയിക്കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം, ഇപ്പോൾ വണ്ടി കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഈ വണ്ടി കിടക്കുന്ന സ്ഥലം ഫുള്ള് ആൾക്കാരുടെ ചെറിയ റീറ്റെയിൽ കച്ചവടമായിരിക്കും. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഹോൾസെയിൽ. ഇത് കണ്ട തിരക്ക് നോക്കിയേ, അപ്പുറത്ത് കണ്ട തിരക്കാണെന്ന് നോക്കി ഇപ്പുറത്തെ ഓരോ സെക്ഷനും എന്തോളം. കുറച്ചും കൂടി മുന്നേ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നിനും നേരം കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും 7 മണി കഴിഞ്ഞ സമയമാണ്. ഒരു 5 മണി 6 മണി സമയം തൊട്ടൊക്കെ ഇവിടെ നല്ല തിരക്കുള്ള നല്ല ഓളമുള്ളൊരു സമയമാണ്. സാധനം വരുന്നതും പോകുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് വെക്കുന്ന കുറേ കടകളുണ്ട് കേട്ടോ. ഇവിടുന്ന് ആ ഭാഗത്തേക്കൊക്കെ, ഇവിടുന്ന് അങ്ങോട്ട് അവിടെ പഴത്തിൻ്റെ ഏരിയയാണ് ആ ഭാഗം മൊത്തം. ലോഡ് കണക്കിനാണ് പഴങ്ങളൊക്കെ വന്നോ ചാടിക്കൊണ്ടിരിക്കുന്നത്. പാണ്ടിലൂരൊക്കെ വന്ന് ഇറങ്ങാൻ നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതെല്ലാം ഹോൾസെയിൽ ഇതാണ് കേട്ടോ. ഹോൾസെയിൽ ഷോപ്പുകളാണ് മൊത്തം. ഓരോ ഷോപ്പിന് ഓരോ നമ്പറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പുല്ല് മോൻ കാണിക്കാം.
പഴക്കല ഊക്കിട്ടിരിക്കണ നോക്കിയേ. നമ്മളിവിടെയൊക്കെ നേരെ ഇത് ഇവിടെയാണ് മറ്റേ കയറിട്ട് കെട്ടണത്, അതിൻ്റെ തല കുത്തി ഇടുന്നതാണ്. ഇവിടെ നേരെ താഴെ ഈ പരുവത്തിലാണ് ഇവിടെയൊക്കെ തൂക്കിയിടുന്നത്. എന്താ ഈ ഏരിയ ഫുള്ള് പഴക്കടകളാട്ടാ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട്, ഓരോ സ്ഥലത്തേക്കും ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പഴക്കടകളാണ് കേട്ടോ മൊത്തം. നോക്കിയേ, ഫുള്ള് പഴമാണ്. കണ്ടോ, ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് ഫ്രൂട്ട്സ് ഐറ്റംസുകളാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റാണ് അങ്ങോട്ട്. കണ്ടത് ഈ ഭാഗത്തൊക്കെ ഫ്രൂട്ട്സുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിവിടെ വരുന്ന വണ്ടികളും അതും എല്ലാം ഫ്രൂട്ട്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ്. എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സുകളും ഉണ്ട്. പപ്പരങ്ങ നോക്കിയ എന്തോരം പപ്പരങ്ങയാണെന്ന്. പപ്പായ, തണ്ണിമത്തൻ, ഈ നേരം ഫുള്ള് അങ്ങോട്ട് ഫ്രൂട്ട്സുകളാണ് കേട്ടോ. വേണ്ട വേപ്പിലകളാണ് കേട്ടോ. വേപ്പിലയുടെ മഴ പൊടിയുണ്ടോ? പാളയം മാർക്കറ്റിലെ, കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ രാത്രി കാഴ്ചകളാട്ടോ കാണിക്കുന്നത്. എന്തൊരു ഓളമാണെന്ന് നോക്കി. ഇന്ന് തീരെ തിരക്ക് കുറവുള്ള ഒരു ദിവസത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ രാത്രി മാർക്കറ്റാണെന്ന് ചോദിച്ചപ്പോൾ രാത്രി മാർക്കറ്റൊന്നും അല്ല, ഇത് രാത്രിയും പകലും ഉള്ളൊരു മാർക്കറ്റായി കാണുന്നത്. എന്ത് തിരക്കാണെന്ന് നോക്കി. ഇതുണ്ട് വേപ്പില, പുതിന, അതിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ. മാങ്ങ, കപ്പ, എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. വേപ്പില, പുതിനയൊക്കെ നടുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളീ പാളയം മാർക്കറ്റിൽ അല്ലെ പാളയം ബസ് സ്റ്റാൻഡിലാണ്, അതിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ തൊട്ടടുത്ത് നല്ല പാളയം മാർക്കറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ അത് നമ്മൾ കാണിച്ചില്ലേ മോശമല്ലേ ഞങ്ങളെ, അതുകൊണ്ട് നമ്മൾ പാളയം മാർക്കറ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.